ഈ സ്റ്റീൽ പ്ലേറ്റിൽ 2 വെള്ളയപ്പം ഉണ്ട്. പിന്നെ 2 രീതിയിലാക്കിയിട്ടുള്ള സോസേജും ഉണ്ട്. അതിലൊരു സോസേജ് തലേ ദിവസം ചപ്പാത്തീൻ്റെ കൂടെ ആക്കിയതാണ്. മറ്റേത് അന്നത്തെ ദിവസം തന്നെ രാവിലെ പൊരിച്ചെടുത്തതാണ്. ഇത് വാങ്ങിച്ചത് നമ്മളെ കണ്ണൂർ താഴെ ചൊവ്വ സെക്യൂര സെൻറ്ററിലെ നെസ്റ്റോലൊരു ഓഫർ ഉണ്ടായിട്ടില്ല. അവിടുന്ന് ഓഫറില്ലാതെ 2 പാക്കറ്റ് വാങ്ങിച്ചാണ്. എന്നിട്ട് ഇതിനി എങ്ങനെയെങ്കിലും തീർക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ അബദ്ധമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട സോസേജ് ആയിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയി കേട്ടോ. ഇതാണ് സാധനം. മിക്സഡ് നട്ട്സ് ആണ്. ഓഫർ റേറ്റിൽ 379 രൂപയ്ക്ക് ഈ സാധനം കിട്ടീനി. ഇതിൻ്റെ അകത്ത് ബദാമുണ്ട്, വാൾനട്ട് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ് ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, റൈസൻസ് ഉണ്ട്, പിന്നെ ക്രാൻബെറീസ് എല്ലാം ഉണ്ട്. ഞാൻ 2ാമത്തെ തവണയാണ് കേട്ടോ അത് വാങ്ങിക്കുന്നത്. സംഭവം കൊള്ളായിരുന്നേ. അപ്പാടെ ഞാൻ പാട്ട തുറന്ന അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങിയേ. തലേ ദിവസം രാത്രി ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങിയിട്ട് ഏകദേശം ഒരു 1:15 എണീച്ച്. പൊതുവേ 4 അലാറം അടിച്ചാൽ പോലും എണീക്കാത്ത ഞാൻ ഇപ്പോൾ എണീച്ചത് ഈ ബിരിയാണീൻ്റെ മണ്ണടിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ എണീച്ചമായിട്ട് കയ്യും കഴുകി ഒന്ന് വായിയെല്ലാം കുലുക്കി തുപ്പിയിട്ട് ബിരിയാണി കഴിക്കാൻ അവിടെ പോയി ഇരുന്ന്. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, 100% അതെ. ഈ ബിരിയാണിയിൽ നെയ്യും ഓയിലും എല്ലാം കുറവാണ്, പിന്നെ ഉപ്പും കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേണ്ടിക്കമ്മയ്ക്ക് ഒരു ഹെൽത്തി ബിരിയാണി എന്ന് പറയാം. അങ്ങനെ ആ ബിരിയാണി കുറച്ച് നന്നായിട്ട് കഴിച്ചിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാവിലോട്ട് അങ്ങോട്ട് പോയാൽ. ഇത് കൂടാളി ശ്രീ മുച്ചിലോട്ട് കാവാണ്. ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആടെയും പോയിട്ട് ലൈറ്റായിട്ട് കഴിക്കണ്ടേ. അങ്ങനെ ആ സ്റ്റീൽ പ്ലേറ്റുമായിട്ട് ഭക്ഷണത്തിൻ്റെ ക്യൂവിൽ അവിടെ പോയി നിന്നേ. ആ നാരങ്ങക്കറീൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സാധനം ശർക്കര ഉപ്പേരിയാണ്. അത് ഞാൻ എത്തുമ്പോഴത്തേക്കും തീർന്നു പോയിന്. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ആക്കിയതാണ്. അപ്പോൾ അത് രണ്ടും വിളമ്പിയിട്ടുണ്ട്. പിന്നെ ലേശം ചോറ് വിളമ്പി. അവിയൽ വിളമ്പിയത് തീരെ കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ തരുമോയെന്ന് ചോദിച്ചു. അത്ര കുറച്ച് അവിയൽ മാത്രം ഇട്ടിട്ട് എന്നാ കാര്യം, എന്തെങ്കിലും ഒരു ടേസ്റ്റ് മനസ്സിലാവണ്ടേ അല്ലേ. അപ്പോൾ അവിയലും കുറച്ചും കൂടെ വാങ്ങിച്ച്, പിന്നെ പച്ചടി വാങ്ങിച്ച്, കൂട്ടുകറി വാങ്ങിച്ച്, പിന്നെ ആ ചോറിൻ്റെ ഒത്ത നടുവിലായിട്ട് സാമ്പാറും അങ്ങോട്ട് ഒഴിച്ചേ. ഒരു കയ്യിൽ പ്ലേറ്റും മറ്റേ കയ്യിൽ ഫോണും ഉള്ളതുകൊണ്ട് ചോറിൽ കുഴി ഒഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഞാനൊരു മൂലക്ക് ഫാനിൻ്റെ താഴെ പോയി ആടി ഇരുന്നിട്ട് പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ചോറും സാമ്പാറെല്ലാം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലേശം പച്ചടിയും ഞാൻ ആ ചോറിനെയും സാമ്പാറിനെയും കൂടെ ചേർത്ത് കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചടിയും നാരങ്ങക്കറിയും കൂട്ടുകറിയും സാമ്പാറും എല്ലാം കൂടെ ചേർത്തിട്ട് ആ വെള്ള കുറുവേരീൻ്റെ ചോറ് നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചേ. എന്നിട്ട് ഈ ശർക്കര ഉപ്പേരീൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ലേശി ചോറിലോട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ അടിപൊളിയായിരുന്നു. ആ സാമ്പാറൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പതുക്കെ ആ പായസത്തിൻ്റെ ആ കൗണ്ടറിൽ പോയിട്ട് ആ ക്യൂലാട് നിന്നിട്ട് 2 പായസവും ലേശം ഇങ്ങോട്ട് വാങ്ങിച്ച്. എല്ലാവരും ഓരോ കയ്യിൽ വീതമാണ് വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 2 കയ്യിൽ വാങ്ങിച്ചിനെ. പൊതുവേ 2 പായസം ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ആ ചൂട് പാൽപ്പായസവും ആ ചൂട് അരിപ്പായസം കൂടി ഇങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് കുടിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് പുറത്തു കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാളെയും കണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ചക്കരക്കല്ല മൗഞ്ചേരി പള്ളീൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് 1 കിലോ റോബസ്റ്റ പഴം വാങ്ങിച്ചു കേട്ടോ. 40 രൂപയാണ് 1 കിലോ റോബസ്റ്റ പഴത്തിൻ്റെ റേറ്റ്. എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ടെത്തി കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള സമയമായി. അപ്പോൾ ചായക്ക് അവിലും ഓമപ്പൊടിയും പിന്നെ ആ ബിരിയാണീൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിക്കൻ്റെ മസാലയും കൂടെ ചേർത്തിട്ട് അതും കഴിച്ച്, എന്നിട്ട് ഷെയ്ക്കിൻ്റെ ഗ്ലാസ്സിൽ വിത്തൗട്ട് ചായയും കുടിച്ചിട്ട് ഞാൻ നേരെ ഒന്ന് കണ്ണൂർ ടൗൺ പോയാൽ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:45 കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാട്ട് കഴിക്കണം എന്ന് തോന്നുമ്പോൾ പോകാറുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ പോയിട്ട് ഒരു മസാലപ്പൂരി ഓർഡർ ചെയ്തു. അതിൻ്റെ അകത്ത് ചെന്നൈൻ്റെ ഗ്രേവിക്ക് ഭയങ്കര കയ്പ്പേനും കേട്ടോ. അത് പറഞ്ഞേരം അവർ മാറ്റി തന്നു. പക്ഷേ മാറ്റി തന്നിട്ടും അങ്ങനെ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. ആ കയ്പ്പനുണ്ടായിരുന്നേ. അപ്പോൾ അവരെനിക്ക് എന്നിട്ട് നല്ല മധുരമുള്ള തൈര് തന്നു കേട്ടോ. ആ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ്റെ അടുത്തുള്ള കേക്ക് സ്റ്റുഡിയോ ആണ്. അങ്ങനെ അവിടെ നിന്നിറങ്ങി ഒന്ന് പയ്യാമ്പലം ബീച്ചിൽ പോയി കുറച്ച് നേരം ഒന്ന് നടക്കാൻ. ആ നടത്തം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കണ്ണൂർ തെക്കി ബസാറിലെ മറാബി റെസ്റ്റോറൻറ്റിൽ നിന്ന് 4 തന്തൂരി റൊട്ടിയും 2 ക്വാർട്ടർ അൽഫാമും വാങ്ങിച്ചിനെ. ഒരു പെരി അൽഫാമും വാങ്ങിച്ചു, പിന്നെ ഒരു അഫ്ഗാനി അൽഫാമും വാങ്ങിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഈ പെരി അൽഫാമാണ് കേട്ടോ കഴിച്ചു നോക്കിയത്. ചിക്കൻ ലേശം മുസ്തേനും, പക്ഷേ ഫ്ലേവർ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. ആ ഫ്ലേവർ ശരിക്കും ആ ഇറച്ചിൻ്റെ അങ്ങ് അടിത്തട്ടിലോട്ട് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കളർഫുള്ളേനുവേ. കഴിച്ച് കഴിഞ്ഞപ്പം കയ്യിലെല്ലാം കുറച്ച് കളർ ഉണ്ടായിരുന്നു നഖത്തിൻ്റെ അവിടെയെല്ലാം. ഇത് അഫ്ഗാനി അൽഫാമാണ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ തന്തൂരി റൊട്ടിയൊന്നും അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 3 തന്തൂരി റൊട്ടി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു തന്തൂരി റൊട്ടി ബാക്കി ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനോടെ കഴിക്കാം. അതിന് ശേഷം ഞാനൊന്ന് ചക്കരക്കൽ ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പം ശരി.